ഇതിപ്പം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കുറച്ച് സ്ഥലമാണ്. ഇപ്പോൾ സൈഡിൽ കൂടെ അല്ലേ ഒരു ട്രക്കുണ്ട്, റാം ട്രക്ക് പോകുന്നുണ്ട് അല്ലേ. ലെഫ്റ്റിലൂടെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഈ സൈഡത്തെ ഇതിൻ്റെ ട്രാഫിക് ഡിവൈഡർ വെച്ചേക്കുന്നത്. കാരണം അവിടെ ലൈൻ എടുക്കുവാണ് അല്ലേ, അവിടെ ഒരു പുതിയ ലൈൻ എടുക്കുന്നുണ്ടല്ലേ. പക്ഷെ എന്നാലും കണ്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇത് പോകുന്നത്. ആ സ്പീഡിലൊന്നും വലിയ കുഴപ്പമില്ല, കെയർഫുള്ളാണ്. കാരണം സൈഡിലത് ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ മതി. ഇപ്പം ഈ എമുലേഷൻ അല്ലേ സൈഡിൽ കൂടെ കാണില്ലേ ഇവിടെ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ ആ ഡിറ്റക്ഷനൊക്കെ വരുന്നത്, റഡാർ വെച്ചിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സൈഡത്തെ ആ ഡിവൈഡറൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ചുകൂടി റോഡിൻ്റെ ലൈൻ ഡിവൈഡറിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ചേർന്നാണ് ഇപ്പോൾ വണ്ടി പോകുന്നത്. കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് അല്ല, ഇത് തന്നെ ലൈൻ ചേഞ്ച് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പെട്ടെന്ന് പോകാൻ വേണ്ടായിരിക്കും, കാരണം ആ വണ്ടി മെല്ലയാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഏരിയ ഒക്കെ അല്ലേ, നല്ല ഓപ്പൺ ഏരിയ. ഇത് നമ്മളിപ്പം പ്ലസന്റൺ ടു ഫ്രീമൗണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് 680 ഒരു വാലി പോലത്തെ ഒരു സ്ഥലമാണ്. ഇതിപ്പം ചുറ്റും ഹില്ലാണ് ഈ സ്ഥലത്തിൻ്റെ, കണ്ടില്ലേ. ഇപ്പോൾ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നോക്കിയാൽ ചുറ്റും എല്ലാം സൈഡിൽ കൂടെ ഹില്ലാണ്. നല്ലൊരു ഏരിയ ആണിത്. സുനോൾ എന്ന് പറയും ഏരിയക്ക്. ഇവിടെ പ്രത്യേകിച്ച് വീടുകളോ അങ്ങനെ ഒന്നുമില്ല ഈ സ്ഥലത്ത് എനിക്കൊന്ന് കുറച്ച് ഫാക്ടറിയോ അങ്ങനെ ഒന്നോ രണ്ടോ ഫാക്ടറീസോ അങ്ങനത്തെ കണക്റ്റഡ് സംഭവങ്ങളേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ റീസൺ അറിയില്ല, എന്താണ് ഈ ഏരിയയിൽ വലിയ വീടുകളില്ലാത്ത. നല്ലൊരു ഏരിയ ആണ് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാനിപ്പം ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് സാറ്റർഡേ ആണ്, അതുകൊണ്ടാണ് നമുക്ക് വലിയ ട്രാഫിക് കാണാത്തത്. അല്ലെങ്കിൽ ഈ നോർമൽ പീക്ക് അവേഴ്സിലൊക്കെ ആകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും റോഡിൽ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഒരു വെക്കേഷൻ, ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പോൾ കുറേ പേര് ഈ റൂട്ടിൽ 680 നോർത്ത് എന്ന് പറയുന്നത് നമ്മൾ ലേക്ക് ടാഹോ, യോസെമിറ്റി നാഷണൽ പാർക്ക് അങ്ങനത്തെ കുറേ ഏരിയയിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് 680 നോർത്ത്. കണ്ടില്ല, മുകളിൽ കൂടെ പവർ ലൈനൊക്കെ പോകുന്നുണ്ട്. പവർ ലൈനുണ്ട്. പിന്നെ കണ്ടില്ല, ഇത് ആ ഒരു ബോർഡ് കണ്ടായിരുന്നു ഇപ്പം, HOV വയലേഷൻ 490. കാരണം ഇത് HOV ലൈനിലാണ് നമ്മൾ പോകുന്നത്. HOV എന്ന് പറഞ്ഞാൽ ഹൈ ഒക്യുപ്പൻസി വെഹിക്കിൾ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ HOVയിലും ഓരോ റൂളാണ്. ഈ 680 ഇതിൽ 2+ ആൾക്കാർ വേണം, മിനിമം 2 ആൾക്കാർ വേണം. പക്ഷെ നമ്മളിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് എൻഫോഴ്സ്ഡ് അല്ല, മൺഡേ ടു ഫ്രൈഡേ ആണ് എൻഫോഴ്സ്ഡ്. ഇപ്പോൾ അവിടെ കണ്ടില്ലേ ബോർഡ് മുകളിൽ ഓപ്പൺ ടു ഓൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോർമലി ഇവിടെ ഒറ്റയ്ക്കാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറ്റും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കും. കോപ്സ് ഉണ്ടാവും, ഹൈവേ പെട്രോൾ ഉണ്ടാവും. അവർ നമ്മളെ പിടിച്ചിട്ട് ടിക്കറ്റ്, ആ വയലേഷൻ എത്രയാണ് $490 ഫൈൻ ചെയ്യും. ഇതിങ്ങനെയാണ്. അത്